നമസ്കാരം. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എല്ലാ വിഷയത്തെയും കാണുക എന്നത് തന്നെയാണ് നമ്മുടെ കായിക ലോകത്ത് നടക്കുന്ന ഓരോ റിവൽറി മത്സരങ്ങളുടെയും പ്രത്യേകത. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഹസ്തദാന വിവാദമാണ് ഇന്ന് കായിക ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത ഒരു മത്സരത്തിന് സൂപ്പർ ഫോറിലെ പോരാട്ടത്തിന് കാത്തിരിക്കുമ്പോഴും ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇതിന് പരിഹാരം കാണുമോ ക്രിക്കറ്റ് ബോർഡുകൾ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. നമ്മോടൊപ്പം ഇപ്പോൾ ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ VS അനോജ് കൂടി ചേരുകയാണ്. ഓരോ തവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം വരുമ്പോൾ ലോകത്തെ ഏത് കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാം മാറ്റിവെച്ചത് കാണാനായി ആവേശത്തോടെ നിൽക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടത്. ഇപ്പോൾ വരുമ്പോൾ നമ്മളുടെ മുന്നിൽ യുദ്ധസമാനമായി നമ്മൾ ക്രിക്കറ്റിനെ കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് നമ്മുടെ കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമോ? ഇത് കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഞാനത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്രിക്കറ്റിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നതിലെല്ലാം പലതരത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിവേചനപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികമായ കുറേ കാര്യങ്ങളൊക്കെ ഉൾച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ചത് ആ ക്രിക്കറ്റിൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ഘടകത്തെ തന്നെ മുൻനിർത്തിയാണ്. കാരണം എല്ലാവരും നമുക്കറിയാം. കാരണം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ പറയുന്ന ഒരു ക്രിക്കറ്റ് വാർ എന്ന് പറയാവുന്ന തരത്തിലേക്ക് അതിനെ നമ്മൾ കാണുന്ന കാലം തൊട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ കുട്ടികളായിരിക്കുന്ന കാലം തൊട്ടേ അത് കാണുമ്പം ഇന്ത്യ പാക് വാർ പോലെ തന്നെയാണ് ആ ക്രിക്കറ്റിനെ കണ്ടിരുന്നത്. പക്ഷേ ആ മത്സരത്തിൽ നമുക്ക് കൈയടിക്കുന്നതിനോ നമുക്കൊരു ക്യാച്ച് മിസ്സാകുമ്പോൾ ആഹ്ലാദിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പാക് ഫീൽഡറിലെ ഒരു മികച്ച പ്രകടനത്തിന് കൈയടിക്കുന്നതിനോ ഒന്നും യാതൊരു തരത്തിലുള്ള വിലക്കുകളും വെടിക്കെട്ടിനൊക്കെ ആരാധിച്ചു. കാരണം നമ്മൾ മിയാൻ ദാദ് സിക്സർ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വസീം അക്രം ബൗൾ ചെയ്യുന്ന സമയത്ത്, ഇമ്രാൻ ഖാൻ ബൗൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സക്ലൈം മുസ്താഖിൻ്റെ ഈ ട്വിസ്റ്റ് ആൻഡ് ടേൺ പോലെയുള്ള ഓരോ സ്റ്റൈല് അവരുടെ അപ്രോച്ചുകളുണ്ടായ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അങ്ങനെ ഓരോ കളിക്കാരുടെ സമയത്തും അവരുടെ പ്രകടനത്തെ അഭിനന്ദിക്കുന്നതിലോ അതിനെ ആഹ്ലാദിക്കുന്നതിലോ ഒന്നും തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇത് ഇന്ത്യ അസറുദ്ദീൻ്റെയൊക്കെ സമയത്ത്, ജഡേജയുടെയോ സച്ചിൻ്റെയോ ജവഹർ സിംഗിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഈ കളികളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ ക്രിക്കറ്റായിട്ട് കാണുന്ന രീതിയിൽ കുറേയൊക്കെ നമ്മൾ ഈ പറയുന്ന തരത്തിലേക്കുള്ള ലോകത്തിൻ്റെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോലും ഒരുപക്ഷെ ആ രീതിയിലൊക്കെ ആർജിക്കാത്ത കേരളത്തിലെ സമൂഹം എന്ന് തന്നെ വെക്ക്. എനിക്ക് തോന്നുന്നു ഇന്ന് യുദ്ധം നടന്നിട്ടില്ല, അന്ന് യുദ്ധവും നടന്നിട്ടുണ്ട്. അതെ, ഒരുപാട് യുദ്ധങ്ങൾ നടന്ന സമയമുണ്ട്, ഒരുപാട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന സമയമുണ്ട്. ഈ സമയങ്ങളിൽ തന്നെയാണ് വസീം അക്രം ഇവിടെ വന്നിരുന്നത്. അല്ലെങ്കിൽ വസീം അക്രമത്തിന് ഇവിടുത്തെ ക്രിക്കറ്റർമാരുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. സച്ചിൻ അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വസീം അക്രം ഇടയ്ക്ക് പറയാറുണ്ട്. ഇന്ന് ആ തലത്തിലേക്ക് കാര്യങ്ങളിൽ നിന്ന് കുറേ കൂടെ വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് എനിക്ക് തോന്നുന്നു.